ഹായ് നമസ്കാരം, എൻ്റെ പേര് കലേഷ് കമ്മൽ. നീണ്ട 5 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് കിഴിക്കൃഷി നമ്മൾ വളരെ രീതിയിൽ തന്നെ വികസിപ്പിച്ചെടുത്തത്. സാധാരണ ടെറസിലോ ഫ്ലാറ്റിലോ വീട്ടുമുറ്റത്തോ മഴമറ കൃഷിയിലോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് കോളിഫ്ലവറാണ് ന്യായമായ രീതിയിൽ ഒരു കോളിഫ്ലവറെ നമുക്ക് ഈ കിഴിക്കകത്ത് നടാനൊക്കത്തുള്ളൂ. ചീരയാണ് 5-6 നടാം, തക്കാളി 2 നടാം, മുളക് 3 നടാം, കെയിൽ 2 നടാം. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു 5 വർഷത്തേക്ക് മാക്സിമം നമുക്ക് കിഴിയിലൂടെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൃശ്യചാരുതയാർന്ന ആലപ്പുഴയിലെ കാവാലം എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. യുവ കർഷകനായ അറക്കൽ കലേഷ് കമലിന്റെ കൃഷിയിടത്തിലേക്ക്. ജൈവ പച്ചക്കറിയുടെ ഉപഭോഗത്തിന്റെയും ഉൽപാദനത്തിന്റെയും ജൈവ കൃഷിയുടെ ആവശ്യകതയെയും പറ്റി ഉത്തമ ബോധവാന്മാരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു പച്ചക്കറി തോട്ടമൊരുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനവും മാതൃകയുമാണ് കലേഷിന്റെ കൃഷിരീതികൾ. നീണ്ട 5 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് കിഴിക്കൃഷി നമ്മൾ വളരെ രീതിയിൽ തന്നെ വികസിപ്പിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ വികസിതമായ രീതിയിൽ തന്നെ ആയിരുന്നു തക്കാളിയുടെ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് വളരെ സാധാരണക്കാർക്ക് പോലും വളരെ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ കിഴിക്കൃഷി വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് നമ്മുടെ ഈ കൃഷിസ്ഥലം ഒരുക്കിയിരിക്കുന്ന രീതി. കാരണം നമ്മൾ ഒരു വർഷം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു തൈ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പറിച്ച് കഴിഞ്ഞ് വീണ്ടും അതെങ്ങനെ റീയൂസ് ചെയ്യാമെന്നാണ് ഈ കിഴിക്കൃഷിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയും. കാരണം മണ്ണിൻ്റെ pH നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കിഴി നിറയ്ക്കുന്നത്. ഏത് സാധാരണക്കാർക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കൃഷിരീതിയാണ് കിഴിക്കൃഷി. നെൽകൃഷി, പച്ചക്കറി കൃഷി, മട്ടുപ്പാവ് കൃഷി, കപ്പ കൃഷി, മീൻ വളർത്തൽ തുടങ്ങി എല്ലാവിധ കൃഷികളും ഈ കർഷകന്റെ കൃഷിയിടത്തിലുണ്ട്. ഇവയിൽ ഏറെ വ്യത്യസ്തമായതും വളരെ ആകർഷണമായതും കലേഷിന്റെ മട്ടുപ്പാവ് കൃഷിയാണ്. മുന്തിരിക്കുലകൾ പോലെ പന്തലിൽ വിളഞ്ഞുകിടക്കുന്ന ചുവന്നു തുടുത്ത തക്കാളികൾ ആരുടെയും മനം മയക്കും വിധം മനോഹര കാഴ്ചയാണ്. നാട്ടിൻപുറത്തുകാർക്കും നഗരവാസികൾക്കും ഒരുപോലെ മാതൃകയാക്കാവുന്ന വ്യത്യസ്തമായ ഒരു മട്ടുപ്പാവ് കൃഷിയിലൂടെ നഗരവാസികളുടെ സ്ഥലപരിമിതിയും മണ്ണിന്റെ ലഭ്യതക്കുറവും കാറ്റിൽ പറത്തി ഫലഭൂയിഷ്ടമായ സമൃദ്ധ ജൈവ പച്ചക്കറിത്തോട്ടമൊരുക്കിയിരിക്കുകയാണ് കലേഷ് കമൽ. ആരും കൊതിച്ചുപോകും ഇങ്ങനെയൊരു തോട്ടമൊരുക്കാൻ. പന്തലിൽ വിളഞ്ഞുകിടക്കുന്ന ചുവന്ന തക്കാളിപ്പഴങ്ങൾ, ചട്ടികളിൽ കാബേജ്, കോളിഫ്ലവർ, മുളക്, വഴുതന, ചീര തുടങ്ങി വിവിധ പച്ചക്കറികൾ. ഇദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കിഴിക്കൃഷിയാണ് ഇവിടുത്തെ പ്രത്യേകത. സാധാരണ ടെറസിലോ ഫ്ലാറ്റിലോ വീട്ടുമുറ്റത്തോ മഴമറ കൃഷിയിലോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയാണ്. അതോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും, അതായത് ശീതകാല വിള ഉൾപ്പെടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കോളിഫ്ലവറാണ് ന്യായമായ രീതിയിൽ ഒരു കോളിഫ്ലവറെ നമുക്ക് ഈ കിഴിക്കകത്ത് നടാനൊക്കത്തുള്ളൂ. ചീരയാണ് 5-6 നടാം, തക്കാളി 2 നടാം, മുളക് 3 നടാം, കെയിൽ 2 നടാം. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു 5 വർഷത്തേക്ക് മാക്സിമം നമുക്ക് കിഴിയിലൂടെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റീയൂസ് ചെയ്യുന്നതെന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇത് 5 വർഷമായി ഇത് വികസിപ്പിച്ചെടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് ലീൽഡ് കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ തക്കാളിക്ക് ഉണ്ടാകുന്ന വാട്ടരോഗം, ഫംഗസ്, കീട ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രോ ബാഗിലും പറമ്പുകളിലുമൊക്കെ തൈകൾ നടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കളകളുടെ ആക്രമണമാണ്. ഈ കളകൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു തൈ നടുമ്പോൾ കളകൾ തീർച്ചയായിട്ടും നമ്മുടെ ചെടിക്ക് വളങ്ങൾ നൽകാതെ കളകളാണ് മുഴുവനും വലിച്ചെടുക്കുന്നത്. പക്ഷേ നമുക്ക് ആ കളകൾ പോലും ഇല്ലാതാണ് ഈ കിഴി ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റീപ്ലാന്റ് ചെയ്ത ഒരു രീതിയാണ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഇപ്പം 5 വർഷം ഉപയോഗിച്ച കിഴികളാണ്. അവിടെ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മണ്ണ് നമ്മൾ മാറ്റിയിട്ടില്ല.
വീണ്ടും നമ്മൾ ഇതിനകത്ത് വളം കൊടുത്തിട്ടില്ല. സാധാരണ രീതി എല്ലാവർക്കും അറിയാവുന്നൊരു പ്രശ്നമാണ് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, സൂഡോമോൺസ്, അങ്ങനെ ഒരുപാട് നമ്മൾ വളങ്ങൾ മേടിച്ച് പണം ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ പൊടികളാണ് ആഡ് ചെയ്യുന്നത് കൂടുതലായിട്ടും. അതുകൊണ്ട് മുരടിപ്പുണ്ടാകത്തില്ല, മണ്ടരി രോഗങ്ങളുണ്ടാകത്തില്ല. ചീരയ്ക്ക് സാധാരണ ഉണ്ടാകുന്നത് വെള്ളപ്പാടുകളാണ് ഉണ്ടാകുന്നത്, അതുപോലും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ 5 വർഷം ഉപയോഗിച്ച ഒരേ മെറ്റീരിയലാണ്. സാധാരണ കള കൊണ്ട് നിറയുന്ന ചെടിച്ചട്ടികളാണെങ്കിലും ഒരു കള പോലും ഇല്ലാതാണ് നല്ല രീതിയിൽ തന്നെ ഈ ചെടിച്ചട്ടിക്കകത്ത് പിടിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിലൊക്കെ 2 നമുക്ക് തക്കാളി വെച്ച് നടാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ മുളകെല്ലാം നമ്മൾ ഓൾറെഡി എല്ലാ ഹാർവെസ്റ്റിങ് കഴിഞ്ഞ് മുളകെല്ലാം സീഡിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. കാരണം ഈ മുളകിൻ്റെ വളരെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കണ്ടല്ലോ നല്ല ലെന്തായിട്ട് നിൽക്കുന്നത്. അപ്പം മുളകെല്ലാം കൂടുതലും മണ്ടരി രോഗങ്ങളും അതുപോലെ മുരടിപ്പുമാണ് സാധാരണ ഉണ്ടായിട്ട് ഓരോ വീട്ടന്മാർ കൃഷി നിർത്തുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നിങ്ങളൊരിക്കലും കൃഷി നിർത്തണ്ട, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന രീതിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു മുളകിൻ്റെ കരുത്ത്, ഒരു ആരോഗ്യം നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം. ഇതിലെ ലെന്ത് വരെ അറിയാം. ഇത് മുളകും നോക്കി തക്കാളിയും കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്, കണ്ടില്ലേ? അപ്പം വേണം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ആരോഗ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ആ മുളകിൻ്റെ സീഡ്, ഇത് നമ്മൾ സീഡ് എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും സീഡിൻ്റെ ഇത് കണ്ടില്ലേ, നല്ല രീതിയിലുള്ള സീഡ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പം നല്ല രീതിയിൽ ഇത് ഉണക്കി സൂക്ഷിച്ച്, അപ്പോൾ ഇത് പറിക്കുകയാണ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വേണം ചെയ്യാനായിട്ട് സീഡ് കളക്ട് ചെയ്യുമ്പം. അപ്പോൾ നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ഹാൻഡിങ് പ്ലാന്റ് ആയിട്ട് നമ്മൾ എവർഗ്രീൻ തട്ടിൽ വൈനൊക്കെ വളർത്താറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഇങ്ങനെ വേറെ രീതിയിൽ തന്നെ നമുക്കിപ്പം വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു നല്ല പ്രകൃതി ഭംഗിയായിട്ട് രീതി നമ്മൾ എവർഗ്രീൻ തട്ടിൽ വൈൻ. പക്ഷെ അതിന് പകരമായിട്ട് നമുക്കിത് ഇതുപോലൊക്കെ ഒന്ന് തൂക്കിയിട്ട് തക്കാളി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും നോക്കി നിസ്സാരം 2 ചാണകമേ ഉള്ളൂ. നോക്കി ഇവിടെ ഇരുന്നൊരു ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും തക്കാളി പെട്ടെന്ന് പറിക്കാം. നമുക്ക് ഈ രീതിയിലും നമുക്ക് ഈ തക്കാളി വളരെ എളുപ്പത്തിൽ ഇത് കൃഷി ചെയ്ത് എടുക്കാനൊക്കെ കണ്ടില്ലേ, തക്കാളി നല്ല ഗ്രോത്ത് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഹാർവെസ്റ്റിങ് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തിക്കണ്ണി കണക്കായിരുന്നു പിടിച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരാണ് കൃഷി സ്ഥലത്ത് വരുന്ന കൊച്ചു കുട്ടികളടക്കം പഠിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി 65ഓളം സ്കൂളുകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൃഷിയിടത്തിൽ എല്ലാ ശീതകാല വിളകളും നല്ല രീതിയിൽ തന്നെ ഗ്രോത്തായിട്ട് പിടിക്കുന്നതാണ് ഏറ്റവും കാരണം നമ്മൾ വട്ടവള, കാന്തല്ലൂരൊക്കെയാണ് വിവിധ ഇനം കാബേജുകൾ, ക്യാരറ്റുകൾ, കെയിലുകൾ കാണുന്നത്. പക്ഷേ നമുക്ക് കാബേജ് പോലും നമുക്ക് നിസ്സാരമായിട്ട് നോക്കി ഇതെല്ലാം നമുക്ക് കിഴിയിലാണ് നിൽക്കുന്നത്. ഈ കിഴി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതുണ്ട്, ഇതുപോലെ ഒരു സഞ്ചി മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് നല്ല രീതി ഗ്രോത്ത് ആയിട്ട്, കാരണം വട്ടവളയൊക്കെ പിടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഈ കിഴിയിലൂടെ ഇത് പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലൊരു കിഴി ഉണ്ടെങ്കിൽ നമുക്ക് വീട് നിറയെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, നിസ്സാര ഒരു കിഴിയാണ്, നമുക്ക് വീണ്ടും വീണ്ടും ഇത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടു, പക്ഷേ ഇത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് നമുക്ക് റിട്ടേൺ ഇതിടാം. കണ്ടോ, കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രത്യേകത. തക്കാളിയിലെ രോഗങ്ങളെ പ്രതിരോധിക്കാനായി വഴുതനയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി ചെടികളും കലേഷിന്റെ പച്ചക്കറി തോട്ടത്തിലെ വേറിട്ട കാഴ്ചയാണ്. കിഴിയിൽ നടിയിൽ മിശ്രിതം നിറയ്ക്കുന്നതും തുടർന്ന് കിഴിക്കൃഷി പരിപാലിക്കുന്നതും കലേഷിന്റെ സ്വന്തം രഹസ്യക്കൂട്ടുകൾ ഉപയോഗിച്ചാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ മണ്ണ് നമ്മൾ 3 രീതിയിലാണ് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കും. അതായത് കണ്ടില്ലേ, നല്ല കറുത്ത മണ്ണാണ്. അപ്പം 3 സൈസ് മണ്ണുണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്താം. ഈ മണ്ണ് കണ്ടില്ലേ, നമ്മുടെ നോക്കി നല്ല കട്ടയായിട്ടായിരിക്കുന്നത്, പക്ഷേ വേറും സോഫ്റ്റാണ്. അപ്പം നമ്മളിവിടെ മണ്ണ് അരിച്ചെടുക്കുന്ന രീതിയാണ്. അപ്പം വേറെ കാര്യമുണ്ട്, ഈ സാറിനൊക്കെ നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ഒരു വലിയ സാധനമൊക്കെ വെച്ച് വലിയ കാര്യത്തിലൊക്കെയാണ് അരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ സഹായമായിട്ട് ഇവിടെയുള്ള ഒരു പുളി മരമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മണ്ണ് നമുക്ക് അരിക്കണം, ഒറ്റയ്ക്ക് അരിക്കുക, ആരെ സഹായമില്ല. അതായത് കണ്ടോ, ഞാൻ മണ്ണരിച്ചെടുക്കുന്ന രീതിയാണ്. ഇതുപോലെ അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മണ്ണ് എന്നാലും നല്ല മണ്ണ് എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്തിടുവേ. അപ്പോൾ ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞത് കണ്ടോ, ഇങ്ങനെ ഇതുണ്ടോ, കട്ടയൊന്നുമല്ല, നമുക്ക് ഒറ്റയ്ക്ക് അരിക്കാവുന്ന രീതിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ മണ്ണെടുക്കുകയാണ് നമ്മൾ. എന്താ മണ്ണ് വാരി ഇങ്ങനെ ഇടുന്ന് നേരെ ഡയറക്റ്റ് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് കുടഞ്ഞിടുക കണ്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ അരിക്കുന്നതാണ്. എന്നിട്ട് ഈ വല ഇങ്ങോട്ട് എടുക്കുക. കാരണം ഇല്ലെങ്കിൽ ഇത് അരിക്കാനൊരു സാധനം നമ്മൾ മേടിക്കണമെങ്കിൽ തന്നെ ഏകദേശം 2000 രൂപ കൊടുക്കണം, നെറ്റ് കൊടുക്കണം, പട്ടിക അടിക്കണം. ഇതുകൊണ്ട് ഇതുപോലൊരു വല, ഒരു എന്തെങ്കിലും പുളിയോ എന്തെങ്കിലും ഒരു സാധനമുണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി കേട്ടോ. എന്നാ സിമ്പിളാന്ന് നോക്കി കണ്ടോ. അപ്പോൾ അവിടെ ഒരു വലിയ കൂടെ കൊടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പ്രഷർ ഒത്തിരി വരാതിരിക്കാൻ വേണ്ടി, ബാലൻസ് ചെയ്യാൻ. ഇത് നമ്മൾ തന്നെ ഒന്ന് കണ്ടെത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ മണ്ണരിക്കണമെങ്കിൽ ആളെ നിർത്തുമൊന്നും വേണ്ട, സ്വന്തമായിട്ട് ഇത് കണ്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കണേ,
ഇപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് നോക്കുമ്പോൾ അറിയാം കേട്ടോ എന്ത് ക്ലിയറായിട്ടാണ് വീഴുന്നതെന്ന് നോക്കി. ഇതിപ്പോൾ തരി മാത്രമേ വരത്തുള്ളൂ കേട്ടോ. കേട്ടോ അതിൻ്റെ മെയിൻ സാധനം മാത്രം കേട്ടോ. കേട്ടോ സിമ്പിളായിട്ട് അരിച്ച് വീഴുന്നത് കേട്ടോ. പിന്നെ ഇനി ഇതിനകത്ത് കട്ടയുണ്ട്, ഇനി മണ്ണുണ്ടെന്ന് വെച്ചാൽ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ കൈ കൊണ്ട് തൊടുവൊന്നും വേണ്ടത്, ഇതിങ്ങോട്ട് വെക്കുക ഇതാ. അപ്പോൾ നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടാൻ വേണ്ടി ഇതാണ്. എന്നിട്ടൊന്ന് ചവിട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് റിട്ടേൺ നിൽക്കണം കണ്ടോ. ഇത് നോക്കിയേ കണ്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ നെറ്റിലാകുമ്പോൾ ഒരാൾ വേണം, പാത്രം വേണത്. ഇപ്പം ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് കൂട്ടിയിടുന്നതാണ് ഇതാ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ അരിച്ചിടുന്ന മണ്ണാണ് നമ്മൾ കിഴിക്ക് ഉപയോഗിക്കുന്നതാ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് തന്നെ മണ്ണ് വെട്ടിയെടുക്കുകയാണ്. ഇതാ എടുത്തോട്ടെ, ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വാ. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ട്രീറ്റ് ചെയ്യാനുള്ള മണ്ണ് ആ കൂട്ടത്തിലല്ല ഇടുന്നത്, നമ്മൾ തന്നെ ഇവിടെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതി എഴുതിയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്ത് വിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികളാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കുള്ളത് 3 തരം മണ്ണുകളാണ്. ഞാൻ ആ ഒരു 3 തരം മണ്ണും കാണിക്കുന്നത്. ഇത് ഫസ്റ്റത്തെ മണ്ണ് ഇതാ, രണ്ടാമത്തെ മണ്ണ് ഇതാ കണ്ടില്ലേ, തരി കൂടിയ മണ്ണ്, അതായത് ചുമല മണ്ണ് കണ്ടില്ലേ. ഇത് ഡിഫറൻസ് കണ്ടോ കേട്ടോ, 2 സൈസ്. അപ്പോൾ ഇങ്ങനെ 2 സൈസ് എന്നത് ഇങ്ങനെ വെച്ച്. ഇനി മൂന്നാമത്തെ മണ്ണ് ഇത് നമുക്ക് ഓൾറെഡി ഉള്ള 3 സൈസ് മണ്ണാണ് നമ്മൾ കിഴിക്ക് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ. കണ്ടോ നമ്മളിപ്പം കുടഞ്ഞിട്ട മണ്ണാണ് കണ്ടില്ലേ. അപ്പോൾ ഈ മണ്ണ് കണ്ടോ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കണ്ടില്ലേ, ഇങ്ങനെ കട്ടയൊന്നുമല്ല, നിസ്സാരമായിട്ട് പൊടിയുന്ന മണ്ണാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇതാക്കി കുറച്ച് പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇളക്കി ഇട്ടാൽ മതി. പക്ഷേ നമുക്കിതൊരു 5 ദിവസം കഴിഞ്ഞ് മാത്രമേ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോഴേ നോക്കുന്ന കാണുമ്പോൾ അറിയാം കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ ട്രീറ്റ് ആയി കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിത് കൃഷിക്ക് ഉപയോഗിക്കാൻ പരുവത്തിനായിട്ട് കിടക്കുന്ന മണ്ണാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇത് കണ്ടോ, ഇത് മിക്സ് ചെയ്തെടുക്കണ്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ 3 തട്ടനാണ് ഈ മണ്ണ് വരുന്നത്. അപ്പോൾ ആ തട്ടൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഡയറക്റ്റ് നിങ്ങളെ കാണിച്ചത് ഇതുണ്ടോ. ഈ ഓരോ മണ്ണിനും ഓരോ വ്യത്യാസമാണ് കാണുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പടക്കാണ് ഇടുന്നത് കേട്ടോ. ഇത് ഇപ്പം നോക്കി അറിയാം, ഇത് ചുമല മണ്ണ് കണ്ടില്ലേ, നല്ല ചുമല മണ്ണാണ് കണ്ടില്ലേ കണ്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ തട്ട് മണ്ണാണ് കണ്ടോ. ഇത് കല്ലൊന്നുമല്ല, നല്ല രീതിയിൽ പൊടിഞ്ഞ് ട്രീറ്റായി കിടക്കുന്നത്. ഇത് രണ്ടാമത്തെ ലെയർ. ഇനി നമ്മൾ മൂന്നാമത്തെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം കണ്ടോ, വെറും പൂഴി മണല കണ്ടോ. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലൊരു കിഴി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം വീട് നിറയെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കിഴി എങ്ങനെയാണ് കെട്ടുന്നതെന്നാണ് ഞാനിന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. ഇതുപോലെ ഒരു ചെറിയ നെറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് ഒരു കിഴി നിറയ്ക്കുന്ന രീതി. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരുപാട് പൊടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പൊടികൾ നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ തന്നെ അറിയാം. 4, 6, 8, 9, 10 എണ്ണമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. 10 ഒന്നും 11 വരുവേ. അപ്പോൾ നമ്മൾ ഓരോ പൊടി കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, അത് ഇങ്ങനെ നമ്മൾ ഓരോന്ന്, കാരണം ഇതിൻ്റെ പടക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യണം എപ്പോഴും, അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെടിയുടെ ഈ ഫസ്റ്റിൽ നമ്മൾ റൂട്ടിൻ്റെ വളർച്ചയാണ് കൊടുക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ട്രീറ്റ് ചെയ്ത നമ്മൾ ചാണാപ്പൊടിയൊക്കെ കൊടുക്കുന്നവർക്ക് നോക്കിയത് ഇത്രയും ചാണാപ്പൊടിയുള്ളൂ കണ്ടില്ലേ, അതങ്ങോട്ട് ഇട്ട് പിന്നെ നമ്മൾ പറഞ്ഞില്ല ട്രീറ്റ് ചെയ്ത മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മണ്ണ് ഉപയോഗിച്ച് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗസ് രോഗങ്ങൾ, കീടശല്യം മുതലായവയൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കൂടുതലായിട്ട് ഉണ്ടാകാതിരിക്കാനും ഏറ്റവും കൂടുതൽ നല്ല എന്നാന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കും. നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് കർഷകർ. വേപ്പിൻ പിണ്ണാക്ക് നല്ല ഇച്ചിരി ക്വാളിറ്റി കിട്ടണമെങ്കിൽ തന്നെ ഇതുപോലെ ഒന്ന് പിടിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് കണ്ടില്ലേ, നല്ല വേപ്പിൻ പിണ്ണാക്കാണ്. നമ്മൾ മണത്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ രീതികൾ. അപ്പം കറക്റ്റായ രീതിയൊന്നും മനസ്സിലാക്കിയിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് നോക്കും. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഈ ഓരോ പടക്ക ആഡ് ചെയ്യുകയാണ്. പടക്ക ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പം നിങ്ങൾക്കിത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. കാരണം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഏത് കൊച്ചു കുട്ടികൾക്കോ ഒക്കെ നമുക്ക് വീട്ടിൽ ആവശ്യമായ രീതി കണ്ടോ. നമ്മളൊരു വർത്തമാനം പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം നിസ്സാരമായിട്ട് ഇതുണ്ടോ, ഒരു കിഴി കെട്ടാണ്ട് വലിയ പാടൊന്നുമില്ല, നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ സംഭവം എല്ലാം ഇതുണ്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി ഓരോ പടക്കായിട്ട് ചെയ്യേണ്ടതാണ്. കിഴി നിർമ്മിക്കുമ്പോഴേക്കും ഇതുണ്ടോ ഇങ്ങനെ വെക്കുക കണ്ടോ, സിമ്പിളാണ് ഒരു കിഴി കെട്ടാണ്ട് കണ്ടോ. ഇത്തരം കാര്യങ്ങളുണ്ട് പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നമുക്കൊരു 2 ലെയറായിട്ട് എപ്പോഴും വേണമെങ്കിൽ ഇതുപോലെ നൂലിട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിന്നോളും. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇതുപോലെ കിഴിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ ചെയ്യാൻ കളകളെടുക്കത്തില്ല. അങ്ങനെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതായത് കണ്ടല്ലേ ഇത് നിസ്സാരം കണ്ടോ. ഇതുപോലെ കിഴി നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാം. അതുപോലെ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് ഈ കിഴിക്കൃഷിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഒരു വിളയുടെ കാലാവധി പൂർത്തിയായാൽ അടുത്ത കൃഷിക്ക് വേണ്ടി പുതിയ തൈ നടുന്നതും കിഴിക്കൃഷിയിൽ അനായാസമാണ്.
അപ്പം ഒരുപാട് ആൾക്കാരുടെ സംശയമായിരുന്നു ഈ 5 വർഷം എങ്ങനെ നിങ്ങൾ ഈ മണ്ണ് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുന്നു. കാരണം നമ്മൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കേണ്ട മണ്ണിൻ്റെ pH ഓരോ വർഷത്തിൽ നമ്മൾ ഈ കിഴിക്കകത്ത് വെച്ചാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് അപ്പം വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മുടെ മുളകെല്ലാം പിടിച്ച് തീർന്ന് ഇപ്പോൾ നിസ്സാരമായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് അപ്പോൾ നമ്മൾ മുളക് ഇത് കണ്ടില്ലേ നമ്മളിതാ ഇങ്ങനെ അങ്ങ് ഓടിച്ച് ഉണ്ടാ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈൽഡ് കഴിഞ്ഞതാണ്, അതോടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ രീതി നമുക്കറിയാം സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അപ്ലൈ ചെയ്യണമെന്നൊക്കെ അറിയാം. ഇത് നമ്മൾ വികസിപ്പിച്ചെടുത്തപ്പോൾ 2 വർഷം വേണ്ടി വന്നു ഇത് വികസിപ്പിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന 5 വർഷമായിട്ട് ഇത് തന്നെ റീയൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് എന്തൊക്കെ കണ്ടൻറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഞാൻ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന പൊടിയാണ്, നമ്മൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് ഇത് കണ്ടോ. ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് രാസവളങ്ങൾ അമിതമായിട്ട് ഈ കിഴിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് കൂടുതലും മണ്ണിരകൾ ചത്തുപോകും. കാരണം നമ്മൾക്ക് എല്ലാവരും വലിയ ഉപദേശങ്ങളൊക്കെ ചെയ്യും, നീറ്റൊക്കെ ഉപയോഗിക്കാം, പച്ചക്കൊക്കെ ഉപയോഗിക്കാം, ഡോളോമിറ്റ് ഉപയോഗിക്കാം. ഈ മൂന്ന് ഘടനകളാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഞാൻ ചെയ്ത എനിക്ക് റിസൾട്ടാണ്. നമുക്കിപ്പോൾ നേരെ ഡയറക്റ്റ് ഈ ചട്ടിക്കകത്ത് ഞാൻ ചുമ്മാ കുറച്ച് കരിയിലേ ഇട്ടുള്ളൂ. സാധാരണ രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു സാധനം എടുക്കണം ഇതിനകത്തു നിന്ന് തന്നെ ഡയറക്റ്റ് ഉണ്ടാവും. കാരണം രാസവളങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് ചെടികളിലുണ്ടാകുന്ന ഫംഗസിനടിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ മണ്ണിര നമ്മുടെ മണ്ണിൽ നിന്ന് നശിച്ചു പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. അപ്പം നിസ്സാരമായിട്ട് നമ്മൾ വീണ്ടും കിഴി റീയൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളിത് കണ്ടോ നിസ്സാര സംഭവമുള്ളൂ കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒത്തിരി പറിച്ചിതെടുക്കണ്ട കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും സംശയം കാണും ഈ സാധനം അങ്ങനെ ഇനി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണോ വല്ലോ നല്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ ചെവിടോട് കൂടി ഇത് പൊക്കിയെടുക്കാം. കാരണം ഈ കിഴിക്കകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം കണ്ടില്ലേ എല്ലാം നല്ല വെള്ളി വേരുകളാണ്. അതായത് മണ്ണിന് പുളിപ്പുണ്ടെങ്കിൽ നമുക്ക് അസിഡിറ്റി ഉണ്ടാകും. പക്ഷേ ഇത് കണ്ടില്ലേ നോക്കി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന രീതി വെറും നിസ്സാരമായിട്ട് ഒരു പിച്ചാത്തി മതി. ഇവിടുന്ന് ഒരു സൈഡ് ഇപ്പം കണ്ടോണം, ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ. ഇപ്പോൾ ഇതിനകത്ത് ഒരു തണ്ടി മണ്ണ് പോലും പോകാത്ത രീതിയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കണ്ടോ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ റൂട്ട് കറക്റ്റായ രീതിയിലാണ് പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ ഒരു ചെടി നശിക്കത്തുമില്ല, ധാരാളമായിട്ടുള്ള ഈർപ്പം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും കണ്ടില്ലേ കണ്ടോ. അപ്പോൾ ഈ മണ്ണ് തന്നെയാണ് നമ്മൾ റീയൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം തന്നെയാണ് ഈ പൊടികളൊക്കെ. കാരണം വീണ്ടും ഈ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ നമുക്ക് ഓൾറെഡി നമ്മുടെ തോടുകൾ, കാരണം കുട്ടനാടിൻ്റെ പ്രദേശമാകുമ്പം ധാരാളം തോടുകൾ പുഴകൾ എല്ലാം ഉണ്ട്. പക്ഷേ ആ തോടുകളിൽ നിന്നും നല്ല വെള്ളം കിട്ടത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് തോടുകളിൽ നമ്മുടെ മോട്ടറൊക്കെ ഈ നെൽകൃഷിയാണ് കൂടുതലും കുട്ടനാട്ടിൽ. പ്രത്യേകിച്ച് പറയുന്നത് വെള്ളത്താൽ താഴ്ന്ന പ്രദേശത്ത് കൃഷി ചെയ്യുന്നതാണ് കുട്ടനാട്. അപ്പോൾ താഴ്ന്ന പ്രദേശമാകുമ്പോഴേക്കും കണ്ടത്തിൽ നിന്ന് അടിച്ചു വിടുന്ന വെള്ളങ്ങളെല്ലാം പുളിയുള്ള വെള്ളങ്ങളാവും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ മേടിക്കുന്ന വെള്ളം ക്ലോറിൻ ആയിരിക്കും. അങ്ങനെ അതിൻ്റെ pHന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് പോകാൻ വേണ്ടി 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 5 വർഷം വരെ ഇങ്ങനെ ഉപയോഗിക്കാം. നമ്മുടെ തന്നെ സ്വന്തം പ്രോഡക്റ്റാണിത്. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പം വെറും ഒരു 5 ഗ്രാം, ഈ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അച്ചാറിൻ്റെ സ്പൂണാണ്. നമ്മൾ വെറും ഒരു 5 ഗ്രാമിൻ്റെ കാര്യങ്ങൾ കണ്ടോ. ഇത്രയും സാധനം മതി. എന്നിട്ടിത് ചെയ്യേണ്ട പരിപാടി നമ്മൾ നിസ്സാരമായിട്ട് എല്ലാ പോയിന്റിലിട്ടും ഇതുപോലെ ഒന്ന് കുത്തി വിടുക കണ്ടോ. അപ്പം ഇതിങ്ങനെ കുത്തി വിടുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ കുത്തി വിട്ടിട്ട് ഓൾറെഡി ഇങ്ങനെ ഒന്ന് ഒപ്പി വെക്കുക. തിരിച്ച് റിട്ടേൺ അതുപോലെ തന്നെ കണ്ടോ കിഴി അതുപോലെ സേഫായിട്ട് അതിനകത്ത് വെക്കുന്നു. പിന്നെ ഏറ്റവും വലിയ ഇതെന്നാന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ നടക്കണമെങ്കിൽ ചെറിയൊരു ജലസേചനം ഇതിനകത്ത് ആവശ്യമാണ് കണ്ടോ. അപ്പം നമുക്ക് കണ്ടോ ജലസേചനം കറക്റ്റായിട്ട് നടത്തി. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു 4 ദിവസം കഴിഞ്ഞ് തൈ നടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 4 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇത് നടാവുള്ളൂ. പക്ഷേ ജസ്റ്റ് ഞാൻ നിങ്ങളിത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നിസ്സാരമായിട്ട് നമ്മളിപ്പോൾ ഇത് എടുത്തതാണേലും ഇതുണ്ടോ. അപ്പോൾ ഇത് കമ്പനാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. നിസ്സാരമായിട്ട് ഇതിൻ്റെ വേര് കൊണ്ട് തന്നെ ഒരു ചെറിയ ഹോൾ ഇടുവാണേ. നമ്മൾ കയ്യിലൊന്നും മണ്ണ് പറ്റിക്കുന്നുണ്ട്, മണ്ണില്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെക്കുന്ന സ്ഥിര ഇനത്തിലുള്ള 3 തൈകളാണ്. അപ്പോൾ ഈ തൈകൾ വിത്ത് മേടിച്ച് നട്ട് അങ്ങനെ പരിപാലിച്ചുണ്ടാകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് നമുക്കിവിടെ വിത്തുള്ളതുകൊണ്ടാണ് നമ്മളിത് തന്നെ വീണ്ടും റീയൂസ് ചെയ്ത് പോകുന്നത് കണ്ടോ. ഇതുപോലെ ഇതെടുക്കുക 3 എണ്ണം നമുക്ക് വെക്കാം. എന്നിട്ട് ഇത് ചെറിയ ഹോള് കണ്ടോ. ഇനിയിപ്പം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ഈ തൈ ഇങ്ങോട്ട് വെക്കുക. ഇത് കണ്ടോ ഇതിനകത്ത് പുറത്തുനിന്നൊന്നും നമുക്ക് ലോഡ് കണക്ക് മണ്ണൊന്നും ഇറക്കണ്ട. നിസ്സാരമായിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇതെപ്പം വേണം നമുക്കിത് പൊക്കിയെടുക്കുകയും ചെയ്ത് കണ്ടോ. വളരെ സിമ്പിളാണ് കൃഷി ചെയ്യാനായിട്ട് കണ്ടില്ലേ. ഇപ്പോൾ കിഴി കൃഷിക്ക് ആവശ്യക്കാരേറെയാണ്. ഓർഡർ അനുസരിച്ച് കലേഷ് കിഴികൾ തയ്യാറാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു.
ആലപ്പുഴയിലെ കായലും കൃഷിയുമൊക്കെയായി ഇടപഴകിയ കുട്ടിക്കാലമുള്ള കലേഷ് ഇന്ന് സ്വന്തമായുള്ള 5 ഏക്കർ സ്ഥലത്ത് വിവിധ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നു. നമ്മളിവിടെ ചെയ്യുന്നത് ജപ്പാൻ വയലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ആരും കണ്ടാൽ കൊതിക്കുന്ന ഇതുണ്ട്. ഇതാണ് നമ്മുടെ രക്തശാലിയാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആരും മനസ്സ് കവരുന്ന ഒരു നെല്ലാണ്. ഇത് കണ്ടില്ലേ, ഇതിന്റെ കളറ് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന ഒന്നാണ്. കണ്ടില്ലേ, ഇതിന്റെ ലീഫിന്റെ ഒരു വ്യത്യാസം കണ്ടോ. ഇതാണ് നമ്മുടെ ജപ്പാൻ വയലറ്റ് ആണ്, കണ്ടോ. ഇതിന്റെ അരി എന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഈ കൊളസ്ട്രോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ കഞ്ഞി വെച്ച് കുടിക്കാൻ നല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ രക്തശാലി, കണ്ടില്ലേ, നല്ല ഭംഗിയോടെ തന്നെയാണ്, നല്ല കരുത്തായിട്ടും. പക്ഷെ ഇതിന്റെ കതിരിന്റെ കണ്ട ചെറിയ ഇതാണ്, കണ്ടില്ലേ, അതായത് മണിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ തവിട് പോലും കളയാതെ വേണം ഇത് കുത്തിയെടുത്ത് കഴിക്കാൻ. ഇതിന്റെ മണിയുടെ നല്ല ഗ്രോത്ത് ആണ്, ഇതിനകത്ത് കറവലില്ല. ആരോഗ്യപ്രദമായിട്ട് നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ കഞ്ഞിയിൽ ഉൾപ്പെടുത്താൻ ഏറ്റവും ബെസ്റ്റാണ്. അപൂർവ ഇനങ്ങളിൽ അപൂർവമായതാണ് രക്തശാലി, കണ്ടില്ലേ. കപ്പ കൃഷിയും കലേഷിന്റെ കൃഷിയിടത്തിലുണ്ട്. ഇത് നമ്മുടെ ടവറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ നല്ല പൊടിമണ്ണാണ്. ഇപ്പൊ നമുക്കിത് വിളവെടുക്കാൻ പാകമായിട്ടില്ല, പക്ഷേ നമ്മുടെ കൊയ്ത്ത് കഴിയുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടുത്തെ വിളവെടുത്താണ് പിരിയുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യത്തേക്ക് ഇവിടുന്ന് തന്നെ വീട്ടിലേക്ക് ആവശ്യമായ കപ്പകളും ലഭിക്കാറുണ്ട്, കേട്ടോ. ഇവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, വെറുതെ മണ്ണാണ്. നമ്മളിപ്പം ഇതുണ്ട്, പ്രത്യേകിച്ച് വളത്തിന്റെ ആവശ്യമില്ല, കേട്ടോ. ഇത് കറക്റ്റായിട്ട് എടുത്തോണേ. ഇത് കണ്ടോ, പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് കണ്ടോ, വെറും പൻസാര മണ്ണിലാണ് നമ്മളിത് കപ്പയും, കണ്ടോ, ഒരു വളക്കൂറും ഇല്ലാത്ത, കണ്ടല്ലേ, വെറും പൻസാര മണ്ണ്. അവിടെയാണ് നമ്മൾ കപ്പയും കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇത് വിളവായിട്ടില്ല, പക്ഷെ എങ്കിലും നമ്മളിത് പറിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കണ്ടോ, കപ്പയൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ടാണ്, കണ്ടില്ലേ. അപ്പൊ ഇത് ഏകദേശം ഞാൻ ഇട്ടിട്ട് സാധാരണ നമ്മുടെ ഇവിടുത്തെ കൊയ്ത്ത് 120 ദിവസമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഞാൻ ഈ കപ്പ ഇട്ടിട്ട് ഏകദേശം 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 4, 12, 120 ദിവസത്തെ വിളവെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് നിസ്സാരമായിട്ട് 2 മാസം കൊണ്ട് വിളഞ്ഞ കപ്പയാണ്, നല്ല നൂറുള്ള കപ്പയുമാണ്. ഇത് കണ്ടില്ലേ. ഒരു ചൂളം വിളിയിൽ കൂട്ടമായെത്തുന്ന ചെറുതും വലുതുമായ മീനുകൾ കലേഷിന്റെ കൃഷിയിടത്തിലെ മറ്റൊരു കാഴ്ച. അപ്പോൾ നമ്മൾ ഓൾറെഡി പീസിലടിച്ചാൽ മാത്രമേ ഇവിടെ മീനുകൾ, നമ്മൾ പീസിലടിച്ചു നോക്കിയേ, മീനുകൾ അവിടെ ഒറ്റ മീൻ പോലും കാണാത്ത ഒരു കുളമായിരുന്നു. പക്ഷേ മീനുകൾ വിസിൽ മാത്രം ഒന്ന് അടിച്ചാൽ മീനുകൾ മറിഞ്ഞ് നോക്കിയത്, ഇതിൻ്റെ അടിയിലോട്ട് നോക്കിയത്, മീനുകളെല്ലാം നമ്മളിതാ ഇവിടെ വന്ന് നിൽക്കുമോ നോക്കിയണ്ടോ, ഇവിടെ മീൻ നിറഞ്ഞ്, കണ്ടോ. അപ്പോൾ ആ വിസിലടിച്ചുകൊണ്ടാണ് മീനുകളെല്ലാം ഇവിടെ ഇങ്ങനെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്, കണ്ടോ. അപ്പോൾ നമ്മൾ മീനുകളെ വിളിച്ച് വരുത്തിയാൽ തന്നെ ആണെങ്കിലും ഒരു വിസിലടിച്ചാലും നമ്മൾ കണ്ടോ മീനുകൾ നിറച്ച് വന്നിരിക്കും. വിസിലടിച്ച് കഴിഞ്ഞാൽ മീൻ വന്നാൽ അപ്പോൾ കുറച്ച് നമ്മൾ തീറ്റകളൊന്നും ഇതിനിട്ട് കൊടുക്കും, അല്ലെങ്കിൽ പിന്നീട് അതൊരിക്കലും വരത്തില്ല, കണ്ടോ. വിസിലടിച്ചപ്പം മീനുകളെല്ലാം വന്ന് നിൽക്കുക. അപ്പോൾ ഇനി ഇച്ചിരി തീറ്റ ഇട്ട് കൊടുക്കണം, കാരണം അല്ല പിന്നീട് നമ്മൾ ഇത് വിസിലടിച്ചാൽ വരത്തില്ല. അപ്പോൾ ഇനി എല്ലാവരോടും ഓടി വന്നായിരിക്കും തിന്നാൻ പോകുന്നത്, കണ്ടോ. അപ്പോൾ എല്ലാ വെറൈറ്റി മീനുകളും ഇതിനകത്ത് നിറച്ചുണ്ട്, കണ്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ മീനെ വരെ കൃഷി ചെയ്യുന്നത്, കണ്ടോ. കലേഷിന്റെ കാർഷിക പരീക്ഷണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വ്യത്യസ്തമായ കൃഷിരീതികളുടെ പണിപ്പുരയിലാണ് ഇദ്ദേഹം ഇപ്പോഴും. വൈവിധ്യ കൃഷിരീതികളിലൂടെ കൂടുതൽ വിളവും വരുമാനവുമുണ്ടാക്കി മറ്റുള്ള കർഷകർക്കും യുവാക്കൾക്കും മാതൃകയാവുകയാണീ യുവ കർഷകൻ. കൂടുതൽ വിവരങ്ങൾക്ക് കലേഷ് കമൽ 8330021627.